അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ക്ലാസിക്കൽ ആൻഡ് മിഡീവൽ പോയട്രിയുടെ 4-ാം ബ്ലോക്കിലെ 3-ാമത്തെ യൂണിറ്റ് ആണ്. ഈ പേപ്പറിലെ അവസാനത്തെ യൂണിറ്റ് ആണിത്. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ചർച്ചാ വിഷയം ഇബ്നു സൈദൂൻ യതഗസ്സൽ മഅ ഹബീബത്തിഹി വല്ലാദ ബിൻത് മുസ്തഖ്ഫി. വല്ലാദ ബിൻത് മുസ്തഖ്ഫിയും ഇബ്നു സൈദൂനും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ കാവ്യാണിത്. ഇബ്നു സൈദൂനെ കുറിച്ച് ഇബ്നു സൈദൂൻ തന്റെ പ്രിയപ്പെട്ട കാമുകി വല്ലാദയെ കുറിച്ച് എഴുതിയ ഒരു വിരഹ കാവ്യാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, വല്ലാദ ഇബ്നു സൈദൂനും പ്രണയത്തിലായിരുന്നു. അവസാനം പിന്നെ അവർ തമ്മിൽ ബ്രേക്കൗട്ടായി. അതിന്റെ ശേഷം പഴയകാല ഓർമ്മകൾ ഇബ്നു സൈദൂനെ കവിതയിലൂടെ പങ്കുവെക്കാണ്. ഈ പാഠത്തിന്റെ ഭാഗത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കവിതയുടെ നസ്, അതേപോലെ ഓരോ വാക്കിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ബൈത്ത് വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, നേരെ കവിതയിലേക്ക് കടക്കാം. ഇബ്നു സൈദൂനെ പാടി തുടങ്ങാണ്. ഇന്നി ദക്കർതുകി ബിസ്സഹറാഅ മുഷ്താഖൻ വൽ ഉഫ്ഖു തൽഖുൻ വമറഅൽ അർളി ഖദ് റാഖ. ഇന്നി ദക്കർതുകി, വല്ലാതെ നിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. ബിസ്സഹറ, സഹറ എന്ന് പറയുന്ന നഗരത്തിലുള്ള നമ്മുടെ ആ പഴയ കാലം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. മുഷ്താഖൻ, വലിയ ഷൗക്കോടും ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. ഉഫ്ഖു തൽഖുൻ വമറഅൽ അർളി ഖദ് റാഖ, ഭൂമിയുടെ പ്രതലം, ഭൂമി തന്നെയും ചക്രവാളങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഖദ് റാഖ, അത് തിളങ്ങുന്നുണ്ട്, മനോഹരമാണ് ഞാൻ ഈ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ. ഖദ് റാഖ എന്ന് പറഞ്ഞ സഫ എന്നർത്ഥം, മനോഹരമായിട്ടുണ്ട്. ഫി മദീനത്തി സഹറ, സഹറ എന്ന് പറയുന്ന നഗരത്തിൽ, അയ്യത്തിൽ ഹബീബ പെണ്ണെ, അലമ്മത്ത് ബി ദിക്റയാതിക്, നിന്റെ ആ പഴയ ഓർമ്മകൾ എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. വഹ്താജ ഷൗഖയിലേക്ക് വസമാഉ ബഹിയത്തുൽ മൻളർ, ആകാശം തിളങ്ങി നിൽക്കുകയും ഭൂമി മനോഹരമാവുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ആ പഴയകാല ഇഷ്ടം എന്നെ വീണ്ടും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുകയാണ്. വലിന്നസീമി തിലാലുൻ ഫി അസായിലിഹി കഅന്നഹു റഖലി വഅതല്ല ഇഷ്ഫാഖ. ഈ മന്ദമാരുതൻ, വീശടിക്കുന്ന മന്ദമാരുതൻ, തിലാലുൻ ഫി അസായിലിഹി, അതിന്റെ മുരടിന് തന്നെ എന്തോ ഒരു രോഗം ബാധിച്ച പോലെ അനുഭവപ്പെടാൻ. കഅന്നഹു റഖലി വഅതല്ല ഇഷ്ഫാഖ, അതെന്നോടിങ്ങനെ എൻ്റെ ഈ സങ്കടം കണ്ടുകൊണ്ട് ഒരു 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 എന്നോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. അതിനെന്തോ ഒരു വല്ലായ്മ ബാധിച്ചിട്ടുണ്ട്. എന്നോട് അതിനിങ്ങനെ ഷൗക്ക് തോന്നുന്നുണ്ട്. ഒരു പ്രണയ വിരഹത്തിന്റെ തേന്മാരിയിൽ പെട്ടുകിടക്കുന്ന എന്നെ കണ്ടിട്ട് ആ കാറ്റിനു പോലും സങ്കടമുണ്ട് എന്ന് വല്ലാതെ ഇബ്നു സൈദൂനെ കുറിക്കാൻ. ഓക്കെ, കമാ ശഖഖ്ത അനിൻ നബാതി അത്വാഖ. പൂന്തോട്ടങ്ങൾ, അതിങ്ങനെ പുഷ്പിച്ച് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിങ്ങനെ പുഷ്പിച്ച് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മുക്തദിഹത്തുൻ അമ്മ ബിഹ മിൻ മാഇൻ സാഫിൻ, തെളിഞ്ഞ വെള്ള നിറത്തിൽ. കഅന്നഹു അൽ-ഫിള ബരീഖൻ
വലം ആനൻ ഭയങ്കര തെളിഞ്ഞ ഒരു തിളക്കമുള്ളതായിക്കൊണ്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഓക്കെ, അത് ഹൃദയങ്ങളെ പിന്നെ കൂടുതൽ സ്വാധീനിക്കുന്ന തരത്തിലാണ് അതിന്റെ ആ സൗന്ദര്യം അത് ദൃശ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കമാ ശക്കക്ത അൻ നബാത്തി അത്വാഖ, അന്നിന്നബാത്തി അത്വാഖ, അത് പിന്നെ ശക്കക്ത എന്ന് പറഞ്ഞാല് പ്രകടമാക്കുക. നീ പ്രകടമാക്കുന്നത് പോലെ അനിൽ ലബാത്തി അത്വാഖ, ഇവിടെ അക്ഷരത്തെറ്റുണ്ട് കേട്ടോ. പിന്നെ ലബാത്തി എന്നാണുള്ളത്. ലബാത്തി അത്വാഖ, നീ നിന്റെ സൗന്ദര്യം ഇങ്ങനെ പ്രകടമാക്കുന്നത് പോലെ, നിന്റെ സൗന്ദര്യം പ്രകടമാകുന്നത് പോലെ തന്നെ അതും ഇങ്ങനെ സൗന്ദര്യം പ്രകടമാക്കുന്നുണ്ട്. യൗമുൻ കഅയ്യാമിൻ ലദ്ദാത്തിൽ ലനാ ഇൻസറമത് ബത്നാ ലഹാ ഹീന നാമ ദഹ്റു സുറാഖ. കവി പറയാണ്, നിന്നെ ഞാൻ ഓർക്കുന്നു, ഫി യൗമിൻ ഒരു ദിവസം, സഫത് സമാഉഹു ആ ദിവസം ആകാശം ഇങ്ങനെ തെളിമയുള്ളതും, ഖദറുഹു കഅയ്യാമിന അല്ലദി ദഹബത് വവല്ലത് ഹീന كانت يجمعنا الهنا والطمأنينة وكنا نلتقي خفية وخسرة عن أعين السادي والعذال. നമ്മളെ വിമർശിക്കുകയും നമ്മളെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കണ്ണ് വെട്ടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയതും ആ ഒരു കാലം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വല്ലാതെ കടന്നു വരുന്നുണ്ട് ഈ നിമിഷം എന്നാണ് കവി പറയുന്നത്. ഇൻസറമത്ത് എന്ന് പറഞ്ഞാൽ മലത്ത്, കഴിഞ്ഞു കാലം. ആ ഒരു കാലം, ഓർമ്മകൾ, ആ ദിവസങ്ങൾ ആണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ഓക്കെ, സുറാഖ് ജമു സാരിഖ്, അതായത് പാത്തും പതുങ്ങിയും നമ്മൾ കഴിഞ്ഞ ഒരു കാലം. ആ ഒരു കാലം ആണ് പിന്നെ എൻ്റെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. നൽഹു ബിമാ യസ്തമീലുൽ ഉയൂന മിൻ സഹരി ജാലൻ നദാ ഫീഹി ഹത്താ മാല അർനാഖ. നൽഹു, നമ്മള് ഇങ്ങനെ കളിച്ച് നടന്നിരുന്നു. ബിമാ യസ്തമീലുൽ ഐന, കണ്ണിനെ ആകർഷിക്കുന്ന പൂക്കളാൽ, മിൻ സഹരിൻ, പൂക്കളാണ് കണ്ണിനെ ആകർഷിക്കുന്ന പലതുമായി നമ്മളിങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് അതിന്റെ കൂടെ സല്ലപിച്ച് നടന്നിരുന്നു. ജാലൻ നദാ ഫീഹി, ആ പൂക്കളിൽ മഞ്ഞുതുള്ളികൾ വന്നു വീഴും. എന്നിട്ട് ഹത്തമാല അനാഖ, അതിന്റെ ഭാരത്താൽ ഇങ്ങനെ കൊമ്പ് താഴ്ന്നത് പോലെ നിൽക്കും. അങ്ങനത്തെ പൂക്കളൊക്കെ ആയി നമ്മൾ കളിക്കാറുണ്ടായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ വല്ലാതെ എന്നാണ് ചോദ്യം. കഅന്ന അഅ്യുനുഹു ഇദാ ആയനത് അർഖി, ഇദാ ആയനത് أرقي فكت لما بي فجال الدمع ورقراقا. أن أعينه إذا عينت أرقي, അതിന്റെ കണ്ണുകൾ, അതിന്റെ പൂക്കളുടെ കണ്ണുകൾ, ഈ പൂക്കളൊക്കെ അതിൽ മഞ്ഞുള്ളിങ്ങനെ വന്ന് നിന്നിട്ടുന്നുണ്ട്. അത് എങ്ങനെയുണ്ട്? ബക്കത്ത് ലിമാബി, അതിപ്പോ ഇങ്ങനെ കരയുന്നത് പോലെ തോന്നുന്നുണ്ട്. വജാലദം ഉറക്കറാക്കോ, എന്റെ ഒരു കണ്ണുനീരിങ്ങനെ പൊഴിക്കുന്നത് പോലെ എങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഒരു സങ്കടവും വിഷമവും കണ്ടുകൊണ്ട് ഒക്കെ അതൊരു കരിയുന്നത് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. കാന അയ്യുനു ഹാദിൽ അസ്ഹാർ ഒമാ ഫീഹ മിനൻ നദാ, പൂവും അതിലുള്ള മഞ്ഞുതുള്ളികൾ. ഹീനമാ റഅത് സഹരി വംതിനാഇ അനിൻ നൗമി വസൂഇൽ ഹാലി, എൻ്റെ ഈ ദുരവസ്ഥ കണ്ടിട്ട്, ഉറക്കില്ലായ്മയും അതേപോലെ ദുഃഖകരമായ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അതിങ്ങനെ എന്നോട് ഐക്യതപ്പെടുന്നത് പോലെ എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ കണ്ണുനീർ അതിങ്ങനെ പൊഴിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഓക്കെ, റൊക്കറാഖ് എന്ന് പറഞ്ഞാൽ ദം ആണ്. ഓക്കെ, പിന്നെ
ورد تألق في ضاع منابته وازداد منه الضحى في العين إشراقا. ورد تألق ورد تألق في ضاع منابته وزاد منه الضحى في العين إشراقا. തഅല്ലഖ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പ്രകാശിക്കുക എന്നാണ്. പിന്നെ മൻബത്തിന്റെ ജമ്മാണ് മനാബിത്ത്, അതായത് വേരുകളിൽ അല്ലെങ്കിൽ പിന്നെ തണ്ട് ചെടികളിൽ. ബസ്ദാദ ഫീഹി ദുഹ, അതില് പിന്നെ ഭംഗി, ഇങ്ങനെ ദുഹാ സമയത്തുള്ള ഒരു ഭംഗി, തെളുക്കം കാണാം എന്നാണ്. ഈ പൂക്കളൊക്കെ അതിങ്ങനെ പ്രകാശിക്കുന്നു. സൂര്യന്റെ ഒരു തിളക്കത്തോടൊപ്പം. സന്തോഷകരമായ ആ കാഴ്ച കണ്ണിന് വളരെ നയനാന്തകരമാണ്. ആ ഒരു രീതിയിലാണ് ഈ പൂക്കൾ ഉള്ളത്. وسرى ينافحه نيلوفر غبق وسنان نبه منه الصبح أحداقا. നെയ്ലൂഫർ എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലി. ആ വാട്ടർ ലില്ലിയുടെ സുഗന്ധമാകെ പരന്നു കിടക്കുകയാണ്. വൈക്കല്ല സുബുഹു പിന്നെ വല്ലാതെ ഇങ്ങനെ സുഗന്ധം വമിക്കുന്ന, സുഗന്ധത്തെ പരത്തുന്ന ഈ നെയ്ലൂഫർ ആ ഒരു സുഗന്ധത്തെ ഇങ്ങനെ ചക്രവാളത്തിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. കുല്ലുൻ യഹീജു ലനാ ദിക്റ തശവ്വുഖന ഇലൈകി ലം യഅദ് അൻഹു الصدر അൻലാഖ. എല്ലാം ഈ പൂക്കളും ഈ സുഗന്ധമൊക്കെ നിന്നിലേക്കാണ് എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നാളുകളാണ് മനസ്സിൽ പിന്നെ തള്ളി വരുന്നത്, മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒക്കുല്ലുൻ, ഈ പറഞ്ഞല്ലോ, ഒക്കുല്ലുൻ എല്ലാം യഹീജു അത് കൊണ്ടുവരുന്നില്ല എനിക്ക്. ദിക്റോ തശവ്വുഖന, നമ്മൾ ആ ഷൗക്കിന്റെ പ്രണയനാളുകൾ. ഇലൈക്കലം നിന്നിലേക്കാണ്, അല്ലാതെ നിന്നെ തൊട്ടൊരിക്കലും ഹൃദയം തിരിച്ചു നടക്കാനോ നിന്നെ മറക്കാനോ ഈ എൻ്റെ ഹൃദയത്തിന് സാധ്യമല്ല. ഈ പറഞ്ഞ എല്ലാം കുല്ലു ഹാദിഹിൽ ജമാൽ മിൻ അസ്ഹാർ, പൂക്കൾ, റയാഹി, നെയ്ലൂഫർ, തഹറക മശാഇറന, എൻ്റെ ഒരു അനുഭവത്തെ തള്ളി നിൽക്കുന്നുണ്ട്. അയ്യാമ വസായിലിന മഅക്, ഞാൻ നിന്റെ കൂടെ കൂടിയ നാളുകൾ. അപ്പോ ഫീന ദിക്റയാത്ത്, ഈ ഓർമ്മകൾ എന്നെ പ്രേരിക്കുന്നു. ആ ഒരു നല്ല നാളിലേക്ക് ആണ് എൻ്റെ പിന്നെ ചിന്തയും എല്ലാം പോകുന്നത്. لا سكن الله قلبا عق ذكركم فلم يطري بجناح الشوق خفاقا. لا سكن الله قلبا, അള്ളാഹു ഒരു കൽബിന് ശാന്തത നൽകാതിരിക്കട്ടെ, സമാധാനം നൽകരുത് ഒരു കൽബിനും. അക്കദിക്കറക്കും എൻ്റെ നിന്നെ പോലത്തെ നിന്റെ ഓർമ്മകളെ വിസ്മരിച്ച ഒരു ഹൃദയങ്ങൾക്ക് പിന്നെ അള്ളാഹു സമാധാനം നൽകാതിരിക്കട്ടെ. ولم يطر بجناح الشوق خفاقا, എന്തോ ഒരു പിന്നെ ഒരു പക്ഷിയെ പോലെ ഇവിടെ ശേഷം പറയുന്ന ഒരു കൽബിൽ ശാന്തത നൽകാതിരിക്കട്ടെ. ജഹദ ദിക്റയാത്തിക്കും, മനോഹരമായ നിന്റെ ഓർമ്മകളെ കൊണ്ടു നടക്കുന്നതിനെ നിഷേധിച്ചു കളയുന്ന, എന്നെ മറന്നു കളയുന്ന അതിന് പിന്നെ ശാന്തത നൽകാതിരിക്കട്ടെ. ഓക്കെ.
വഫാഖും ബിഫത്ത അൽനാഹു മാലഖ. ലൗ ശാഅ ഹംലി, എന്നെ കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ നസീമുസുബ്ഹി, പ്രഭാതത്തിലെ മന്ദമാരുതൻ, നസറ, അതിങ്ങനെ പാതിരാവിലൂടെ ഇങ്ങനെ അടിച്ചു വീശി നടക്കുമ്പോൾ എന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ പോരാൻ റെഡിയാണ് നിന്റെ അരികിലേക്ക് എത്താൻ എന്ന്. لو أراد أن يحملني إليكم نسيم الصبح الرقيق اللين حين يقبل عليكم ليلا. രാത്രി നിന്റെ അരികിലേക്ക് എത്തുന്ന വിധത്തിൽ മന്ദമാതുരം എന്നെയും ഏറ്റിട്ട് നിന്റെ അരികിലേക്ക് വരികയാണെങ്കിൽ ലാൽബുക്കുബിക്കും ആഷിക്കൻ, ഒരു പ്രണയ നൈരന്തര്യത്താൽ ഭ്രാന്ത് ബാധിച്ചവനെ പോലെ ഞാൻ നിന്റെ അരികിലേക്ക് വരുമായിരുന്നു. വല്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത്? എന്ന് പറഞ്ഞാൽ വേർപാടിന്റെ ദുഃഖം, ഷൗക്ക് എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ തീവ്രത. ആ കാരണം ഞാൻ അതിനെയൊക്കെ ഫോളോ ചെയ്ത് എങ്ങനെയെങ്കിലും നിന്റെ അരികിലേക്ക് എത്തുമായിരുന്നു എന്നാണ്. ലൗകാന ഫന്നൽ മുനാ ഫീ ജംഇനാ ബിക്കും ലകാന മിൻ അക്റമിൽ അയ്യാമി അഖ്ലാഖ. ലൗകാന ഫന്നൽ മുനാ ഫീ ജംഇനാ ബിക്കും ലകാന മിൻ അക്റമിൽ അയ്യാമി അഖ്ലാഖ. കവി പറയാണ്, ഇബ്നു സൈദൂന പറയാണ്, ലൗകാന ഹാദൽ യൗമുൽ ജമീൽ, സുന്ദരമായ നാളുകൾ, അല്ലദീ ഹയ്യജ അല്ലെങ്കിൽ ഹയ്യജ ദിക്റയാതി ലക്കും, നിന്നെ കുറിച്ചുള്ള ഈ മനോഹരമായ നാളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം, അക്മല വ അതമ്മ, ഈ ദിവസമാണ് അക്മല വ അതമ്മ ഫളി, ആ ദിവസം അതിന്റെ പൂർണ്ണമായ ഐശ്വര്യവും പൂർണ്ണമായ അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഒരു ദിവസമാണെങ്കിൽ, എന്നെ നിന്റെ അടുക്കൽ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ ദിവസം മാറി അതിന്റെ എല്ലാ ഐശ്വര്യവും കൈവരുന്ന ദിവസമാണെങ്കിൽ, ഇതായിരിക്കും ഏറ്റവും സുന്ദരമായ ദിവസം എന്ന് ഞാൻ ആശിക്കുകയാണ്. ലസാറ മിൻ അജ്മലിൽ അയ്യാമി വഅഫ്ളലിഹാ കറമൻ വഅതാഅൻ, ഈ ദിവസം എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ദിവസമായിരിക്കും. ഈ ദിവസം എന്തേ അങ്ങനെ ആവുന്നില്ലല്ലോ എന്ന് സങ്കടത്തിന്റെ വരികളാണ്. യാ അൽഖി യാ അൽഖിയ അൽ അഖ്തറുൽ അൻസാ അൽ ഹബീബു ഇല നഫ്സി ഇദാ മാ ഇഖ്തന അൽ അഹ്ബാബു അഅലാഖ. യഅലിഖി എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയേ എന്നാണ് അർത്ഥം. അൽ അഖ്തറുൽ അൻസാ അൽ ഹബീബ്, ഏറ്റവും ഇഷ്ടപ്പെട്ടതും സുന്ദരമായതുമായ കാര്യം, ഇലാ നഫ്സി, എന്റെ നഫ്സിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സുന്ദരവുമായ ഏറ്റവും പ്രേം നിറഞ്ഞവളെ, നീയാണ് എല്ലാം. ഒരു ഇഷ്ടതോയന്മാർക്ക് അവരിഷ്ടപ്പെടുന്നത് ലഭ്യമാകുന്ന ദിവസം അതിനേക്കാൾ മനോഹരമായി മറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നീയാണ് ഏറ്റവും സൗന്ദര്യമേറിയതും പവിത്രതയുള്ളതും നിനക്കാണ് എന്നാണ് പറയുന്നത്. അയ്യത്തുഹൽ ഹബീബ അന്ത, നീയാണ് അളമു വർഫ, ഏറ്റവും ഉയർന്നവും സുന്ദരമായത്. അജ്മലും മാ അംലിക്കു അൻഫുസു, ഞാൻ ഏറ്റവും വിലമതിക്കുന്നതും എനിക്ക് ലഭിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഹൃദയത്തിന് ശാന്തത നൽകുന്ന നീയാണ്, നിന്റെ ഓർമ്മകളാണ് എന്റെ കൂടെയുള്ളത്. കനത്തജാരി ബിമഹ്ലിൽ വുദ്ദി മുസ്സമനി മൈദാന ഉൻസിൻ ജറൈന ഫീഹി അഖ്ലാഖ. നിന്റെ ഒരു നിഷ്കളങ്കമായ പ്രണയം, കാലങ്ങളായുള്ള ഒരു സ്നേഹം, അതൊരു ഒരു മാത്സര്യത്തോടു കൂടി ഒരു നിഷ്കളങ്കമായ ആളുകൾ കൊണ്ടു നടക്കുന്ന പ്രണയത്തെ പോലെ എൻ്റെ മനസ്സിൽ ഇന്നും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ പഴയ കാലങ്ങളാണ്. ഉൻസ് എന്ന് പറഞ്ഞാല് സമാധാനം, ഉൽഫത്ത്, തുമഅനീനത്ത് എന്നൊക്കെ അർത്ഥം. ആ ഒരു
ദിവസത്തെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അൽആൻ ഇപ്പോ ഞാൻ അഹ്മദുമാ കുന്ന ലിഅഹദി, ഇവിടെയാണ് അവസാനത്തെ വരി. പിന്നെ എന്താ പറയാ, വേർപാട് ഉണ്ടായി, ഇനി എന്താ എന്നെ മറന്നത് എന്നുള്ളൊരു ചോദ്യം ഇബ്നു സൈദൂന ചോദിക്കാണ്. അൽആന ഇപ്പോ അഹ്മദുമാ കുന്ന ലിഅഹദിക്കും, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തെ ഞാൻ നന്ദിയോടെ ഓർക്കാണ്. പക്ഷെ നീ എപ്പോഴും എന്നെ തൊട്ട് ഇങ്ങനെ വിദൂരത്തായി എന്നെ ഒഴിവാക്കി കഴിയുകയാണല്ലോ എന്ന്. അൽആൻ അക്സറുമാ താഴെ പറയാം. ഞാനിപ്പോ അക്സറുമായി യജ്അൽനി മർതാഹൽ ബാലി വത്മഇന്നത്തുൽ ഖാതിരി, എനിക്ക് ഏറ്റവും നിറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നി അല അഹദിൽ മവദ്ദതി വൽ വഫ, ഞാനിപ്പോഴും സ്നേഹത്തോടു കൂടി നിന്നെ ഓർക്കുന്നുണ്ടെന്നുള്ള. ഫഖദ് നസീതും അൽ മഹബ്ബത്തല്ലദി ജമഅന, നമ്മളെ ഒരുമിച്ച് കൂടിയ ആ പ്രണയകാലത്ത് നീ മറന്നു കളഞ്ഞല്ലോ. വബഖീനാ നഹ്നുൽ മുഹാഫിളീന അലാ മഹബ്ബത്തിനാ ലക്കും, ഞാനിപ്പോഴും നീ എന്റെ പ്രണയത്തിന്റെ ആ ഭാണ്ഡം പേറി ഈ ഭൂമിയുടെ മറ്റൊരറ്റത്ത് നിന്നെ ഓർത്തിരിപ്പാണ് എന്നാണ് പിന്നെ കവി പറയുന്നത്. ഇത്രയാണുള്ളത്. ചുരുക്കിയാണ് പറഞ്ഞത്. കൂടുതൽ പിന്നെ നിങ്ങൾ ഒന്നും കൂടി എന്താ പറയാ, നന്നായി പഠിക്കുക, നോക്കുക, നല്ല രീതിയിൽ എഴുതുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.